നമ്മുടെ ശരീരത്തിന് ഭക്ഷണം സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരക്കാർ ക്രമേണ ഉറക്കമില്ലായ്മയുടെ അവസ്ഥയിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. രാത്രി ജോലി ചെയ്യുന്നവർ പകൽ സമയം കണ്ടെത്തി ഉറങ്ങണം. കൂടാതെ രാത്രിയിൽ ഉറങ്ങാതെ മൊബൈൽ സ്ക്രീനിൽ നോക്കി ഇരിക്കുന്നവരിൽ മെലറ്റോണിന്റെ അളവ് കുറയും. അതുകൊണ്ട് രാത്രിയിൽ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ നോക്കി ഇരിക്കുന്നവർ ആ ശീലം ഒഴിവാക്കി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങണം. അതുപോലെ രാത്രി നേരത്തെ ഉറങ്ങാനും അതിരാവിലെ എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക. ഈ ശീലം നമ്മുടെ ജൈവിക താളം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന മെലറ്റോണിൻ ഹോർമോണിന്റെ ഉത്പാദനം സാധാരണ നിലയിലാക്കാനും ഉറക്കത്തെ മികച്ച വിശ്രമമാക്കി മാറ്റാനും കഴിയും. വിശ്രമിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഉറക്കം. ദീർഘനേരം ശരിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ ബാലൻസ് നഷ്ടപ്പെടുകയും അത് മറ്റ് പല രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൈഗ്രെയിൻ പോലുള്ള വേദനാജനകമായ അസുഖങ്ങളിലേക്ക് വരെ ഇത് നയിച്ചേക്കാം. ഹൃദ്രോഗം, വൃക്കരോഗം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, സ്ട്രോക്ക്, പൊണ്ണത്തടി, വിഷാദം എന്നിവയുൾപ്പെടെയുള്ള പല വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുമായി ഉറക്കക്കുറവ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് പരിഹരിക്കുക. അല്ലെങ്കിൽ ചികിത്സ തേടുക. ഏത് തരത്തിലുള്ള ഉറക്കമില്ലായ്മയ്ക്കും ഹോമിയോപ്പതിയിൽ തികഞ്ഞ പ്രതിവിധിയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.